മലയാള സിനിമ ഒരു പ്രത്യേക ജനുസാണ്. ഏത് കൊടും കുറ്റവാളിക്കും ആ പാപക്കറ തുടച്ചു കളയാനും ഒരിക്കൽ തള്ളിപ്പറഞ്ഞ ആരാധകരെ തിരിച്ച് വിളിപ്പിച്ച് കൈയടിപ്പിക്കാനും രണ്ടോ മൂന്നോ സൂപ്പർ ഹിറ്റ് സിനിമകൾ കിട്ടിയാൽ മതിയാകും. നടന്നതെല്ലാം മറക്കാനും പൊറുക്കാനും ആരാധന തലയ്ക്ക് പിടിച്ച ഫാൻസ് അസോസിയേഷനുകളും കൂടിയാകുമ്പോൾ പിന്നെ ഏത് റിപ്പോർട്ടിനെയാണ് പേടിക്കേണ്ടത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഉയർന്ന സംശയമാണ്. ഇനി ഈ റിപ്പോർട്ടിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിക്കേണ്ടി വരുമ്പോൾ ആ സംശയം ഒന്നുകൂടി പറഞ്ഞുപോയതാണ്. കാരണം മൊഴി നൽകാൻ ആളില്ല, പരാതി പറയുന്നവർക്ക് മുന്നോട്ട് വരാൻ ധൈര്യമില്ല. മലയാള സിനിമയിലെ പുഴുക്കുത്തുകൾ തുടച്ചു നീക്കുമെന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ എല്ലാ കേസുകളും അവസാനിപ്പിക്കാനുള്ള തീരുമാനമായിരിക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷമാണ്, WCC എന്ന സംഘടനയുടെ ഉദയത്തിന് ശേഷമാണ് ഹേമ കമ്മിറ്റിയുടെ രൂപവൽക്കരണം. കമ്മിറ്റി രൂപീകരിച്ചത് ഒന്നാം LDF സർക്കാരിന്റെ കാലത്താണെങ്കിലും കഴിഞ്ഞ വർഷമാണ് സർക്കാർ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. മലയാള സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ റിപ്പോർട്ടിൽ വന്നപ്പോൾ പല വിഗ്രഹങ്ങളും ഉടയുമെന്ന് കരുതി ജനങ്ങൾ. പരാതികൾ പ്രമുഖർക്കെതിരെ ഉയർന്നു വന്നപ്പോൾ തലയിൽ കൈവച്ചു പാവം പ്രേക്ഷകർ. റിപ്പോർട്ടിന്മേലുള്ള ശുദ്ധികലശത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ദിവസങ്ങളും ആഴ്ചകളും സാംസ്കാരിക പ്രവർത്തകരും സിനിമാ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും മാധ്യമങ്ങളും ചർച്ച ചെയ്തു. മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയപ്പോൾ താരസംഘടനയുടെ പോലും അടിക്കലിളകി. പക്ഷേ പിന്നീട് കണ്ടത് സിനിമയെ വെല്ലുന്ന ആന്റി ക്ലൈമാക്സ്, സമ്മർദ്ദ തന്ത്രങ്ങളും സ്വാധീന ശക്തികളുടെ ഇടപെടലുകളും. യഥാർത്ഥ പരാതികളുടെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യുന്ന നീക്കങ്ങൾ നടന്നു. പരാതികളെല്ലാം കഴമ്പില്ലാത്തതാണെന്ന് സ്ഥാപിക്കാൻ വരെ നീക്കമുണ്ടായി. അപ്പോഴും നീതിക്കായി പൊരുതുന്ന അതിജീവിതകൾക്കൊപ്പം താങ്ങായി മലയാള സിനിമയെ വെളിച്ചമുള്ള ഇടമാക്കി മാറ്റാൻ കമ്മിറ്റി റിപ്പോർട്ടിലെ നടപടികൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചവരുണ്ട്. സിനിമയിലെ തേച്ച് മാച്ചു കളഞ്ഞ ലഹരിവാഴ്ചയ്ക്കെതിരായ പരാതികൾ പോലും പുറത്തു വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പിൻബലത്തിലായിരുന്നു. പക്ഷേ ഇല്ല, നിരാശയുണ്ട് ഇപ്പോൾ ഇത് പറയുമ്പോൾ. ഒന്നുമല്ലാതായി മാറുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ച പ്രതീക്ഷകൾ. റിപ്പോർട്ട് 5.5 വർഷമായി കയ്യിലിരുന്നിട്ടും നടപടിയെടുക്കാതിരുന്ന സർക്കാരാണോ പ്രതിക്കൂട്ടിൽ? മിന്നും താരങ്ങളുടെ ക്യാരവാനിന്റെ പടി ചവിട്ടാൻ പോലും കഴിയാത്ത അന്വേഷണ സംഘങ്ങളുടെ ബലഹീനതയാണോ കാരണം? അതോ പണത്തിന് മുകളിൽ ഒന്നും പറക്കില്ലെന്ന് കുറ്റകൃത്യങ്ങളിലൂടെ തെളിയിച്ച മലയാള സിനിമയിലെ കോക്കസും പവർ ഗ്രൂപ്പും ലോബികളുമാണോ കാരണം? നടക്കേണ്ടിയിരുന്ന സിനിമാ ശുദ്ധികലശത്തെ തച്ചുടച്ചത് ആരാണ്?